ആർട്ടിസ്റ്റുകളാണ്, നമ്മൾ ക്രിയേറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മളൊരു പ്രോജക്റ്റുമായിട്ട് നിങ്ങൾക്ക് മുന്നിലോട്ട് വരും. ഞാൻ പറഞ്ഞല്ലോ. അറിയാലോ, ചെങ്കാറ് ഒരു ഫാമിലി സർവൈവർ ത്രില്ലർ സ്വഭാവത്തിൽ വരുന്ന സിനിമയാണ്. ഒരു ചെറിയൊരു സിനിമയാണ്. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്ത്, അല്ലെങ്കിൽ അതിലൊരു പ്രൂവിൻ്റെ ഒരു എല്ലാവരും കൂടെ ചെയ്ത് നന്നായിട്ട് വന്നിട്ടുണ്ടാവും. അതൊരു ഒരിക്കലും റിയലിസ്റ്റിക് പരിപാടിയല്ല. പിന്നെ ഇതിൽ നമുക്ക് നേരത്തെ നമ്മൾ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു റിയലിസ്റ്റിക് മൂവി അല്ല, ഒരു ഡ്രാമ, ഫാൻറ്റസി സ്റ്റോറിയാണ്. സോ അങ്ങനത്തെ കഥകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സിനിമ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. എല്ലാ ഫാമിലി ഓഡിയൻസാണ് ശബരം ഉള്ളത്. നല്ല കാണുന്ന പ്രേക്ഷകർ നല്ല റിവ്യൂ പറയുന്നുണ്ട്. സോ എല്ലാവരും പടം കാണണം. നമ്മുടെ ചെറിയ സിനിമ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി വലിയ സിനിമയാക്കി തരണം. ഒരുപാട് സന്തോഷമുണ്ട്. ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം. ഇനി ഞങ്ങളല്ലല്ലോ, നിങ്ങളാണ് അഭിപ്രായങ്ങളെല്ലാം പറയേണ്ടത്. സോ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടിട്ട് അഭിനയം പറയാം. പടത്തിലെ സംവിധായകനാണ്. സന്തോഷം. സപ്പോർട്ട് ചെയ്യണം. ചേട്ടനും പറയാനുണ്ടോ? സപ്പോർട്ട് ചെയ്യും. ഒരു ചെറിയ സർവൈവർ ചെങ്കാറ് റിലീസായിരിക്കുകയാണ്. ഒരു ദ്വീപിൽ നടക്കുന്ന കഥയാണ്. ഒരു ദ്വീപും അതിനകത്ത് കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് ഭയങ്കര രസമുള്ള സിനിമാറ്റോഗ്രാഫി ഒക്കെയാണ്. ഡയറക്ഷനും ആക്ച്വലി എന്താ പറയുക, നല്ല ആംബിയൻസ് ആണ് സിനിമയിൽ. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കും. എല്ലാവരും പറഞ്ഞൊക്കെ എനിക്കും പറയാനുള്ളൂ. ചെറിയ സിനിമയാണ്, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും കുറേ നാളത്തെ കഷ്ടപ്പാടും ഒക്കെ ഈ സിനിമയിലുണ്ട്. എല്ലാവരും സിനിമ ഒന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യാം. ഉറപ്പായിട്ടൊന്നും കാണാം. എല്ലാവരും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. എല്ലാവരും നിങ്ങൾ സിനിമ കണ്ടോ? അപ്പോഴാണ് സിനിമ കാണും. കുറച്ചധികം നല്ല ഒരുപാട് സിനിമകൾ റിലീസായിട്ടുണ്ട്. അപ്പോൾ എല്ലാ സിനിമകളും കാണണം. ഞങ്ങളുടെ സിനിമ ഉറപ്പായിട്ടും പോകും. വേറൊന്നും പറയാം. വന്ന ഒരു ചെറിയ സിനിമ